അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ സഹോദരൻ ഗുജറാത്തിലേക്ക് തിരിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെ നിരവധി പേർ പുല്ലാട്ടെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. രഞ്ജിതയുടെ മരണവാർത്തയറിഞ്ഞ് കുടുംബത്തെ കാണാനെത്തിയ മന്ത്രി വീണ ജോർജിനും സങ്കടം ഉള്ളിൽ ഒതുക്കാനായില്ല. ഈ കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടം, അതോടൊപ്പം തന്നെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള രഞ്ജിതയുടെ വിയോഗം തീർച്ചയായിട്ടും ഈ നാടിൻ്റെ അപാര ദുഃഖമാണ്. 2 കുരുന്നു കുഞ്ഞുങ്ങൾ, അതോടൊപ്പം അമ്മ, സഹോദരങ്ങൾ, മറ്റ് പ്രിയപ്പെട്ടവർ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അനുശോചനം അറിയിക്കുകയും ചെയ്യുകയാണ്. രഞ്ജിതയുടെ സഹോദരനും ബന്ധുവും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനായി അഹമ്മദാബാദിലേക്ക് തിരിച്ചു. ആവശ്യമെങ്കിൽ DNA പരിശോധനയും നടത്തും. DNA സാമ്പിളിംഗ് ആവശ്യമുണ്ടെങ്കിൽ DNA സാമ്പിൾ എടുത്തിട്ട് 72 മണിക്കൂറിനുള്ളിൽ ഫലം നൽകാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ആദ്യഘട്ടത്തിൽ ഐഡൻറ്റിഫിക്കേഷൻ സാധ്യമാകുമെങ്കിൽ അതിലൂടെ കണ്ടെത്താനായിട്ട് കഴിയും. അല്ലെങ്കിൽ DNA സാമ്പിൾ എടുത്ത് 72 മണിക്കൂറിന് ശേഷം അത് ഉള്ളിൽ ഫലം വന്ന് പിന്നീടായിരിക്കും ഇവിടെ എത്തിക്കുന്നതിനുള്ള നടപടികളൊക്കെ ഉണ്ടാവുക. അതിനനുസരിച്ച് ക്രമീകരിക്കും. കോന്നി MLA KU ജനീഷ് കുമാർ, ബെസിലിയസ് ജോസഫ് പ്രഥമൻ കത്തോലിക്ക ബാവ തുടങ്ങിയവർ രഞ്ജിതയുടെ പുല്ലാട്ടെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. കൈരളി ന്യൂസ്, പത്തനംതിട്ട.